ആംഗല്യം സീരിയലിലെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂവിനകത്ത് അർച്ചന എന്താണ് ആതിരടുത്ത് ചോദിക്കുന്നുണ്ട്. അന്നത്തെ ദിവസം നടന്ന കാര്യങ്ങൾ എന്താ മോളെ, നീ എൻ്റെ അടുത്ത് അത് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറ, എന്തോ നടന്നതെന്ന് അറിയണമല്ലോ. അപ്പോഴത്തേക്കും ആതിര പറയുന്നു, അന്ന് എൻ്റെ റൂമിനകത്ത് ഒരാളുണ്ടായിരുന്നു ചേച്ചി. എല്ലാവരും തന്നെ അച്ഛനെ കൊണ്ട് പോയതിന് ശേഷം എൻ്റെ റൂമിനകത്ത് ഒരാളുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് അയാൾ എന്നെ കൊല്ലാനുള്ള ശ്രമം ഉണ്ടായിരുന്നു. അയാൾ കൈ കത്തി ഉണ്ടായിരുന്നു. ഞാൻ അയാളെ തള്ളിയിട്ടിട്ട് ബലമെടുത്ത് തള്ളിയിട്ടിട്ട് ഞാൻ എങ്ങനെയൊക്കെയോ റൂം അടച്ച് ഞാൻ അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഓടി താഴെ സ്റ്റെപ്പ് ഇറങ്ങി വന്നപ്പോഴത്തേക്കും അവന്തികേട്ടത്തി എന്താണ് വീണ് കിടക്കുന്നതും ആ ഒച്ച കേട്ടതൊക്കെയാണ് കണ്ടത്. അപ്പം ആതിരയ്ക്ക് മനസ്സിലായി ഇതെല്ലാം അവന്തികേട്ടത്തി ആതിരയ്ക്ക് കൊല്ലാൻ വേണ്ടിയിട്ട് ഏർപ്പാടാക്കിയ പ്ലാനായിരുന്നു. കാരണം അന്ന് എന്താണ് ആതിരയെ കൊല്ലുമെന്നും ആതിരയുടെ കൊച്ചിനെ ഇല്ലാതാക്കുമെന്നും എൻ്റെ അടുത്ത് വെല്ലുവിളിച്ചതിൻ്റെ കാര്യത്തിനെക്കുറിച്ച് എന്താണ് അച്ചു ഇവിടെ പറയുന്നുണ്ട്. അച്ചു പറയുന്നുണ്ട് അന്ന് ഏട്ടത്തി പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ഇനി ഇവിടുത്തെ എല്ലാ വിശേഷങ്ങൾക്കും 2 ഗർഭിണികളാണ്, പക്ഷേ ഒരു ഗർഭിണി മാത്രമേ പ്രസവിക്കത്തുള്ളൂ. അത് ഒരിക്കലും നിൻ്റെ അനിയത്തി ആതിരയാവത്തില്ല, അത് ഈ അവന്തിക തന്നെ ആയിരിക്കും. അപ്പം ആ വെല്ലുവിളി നടപ്പിലാക്കാൻ വേണ്ടി തന്നെയാണ് നമ്മുടെ ഏട്ടത്തി അവന്തിക ഇങ്ങനെ തന്നെ ചെയ്തെന്നുള്ള കാര്യം മനസ്സിലായെന്ന്. അച്ഛൻ അതുപോലെ തന്നെ ഇവർ മനഃപൂർവ്വം ഇൻസുലിൻ കുത്തിവെച്ചത് ഇങ്ങനെ ഇവിടുന്ന് എല്ലാവരെയും മാറ്റിയതെല്ലാം ഇവരുടെ തന്നെ എല്ലാം പ്ലാനാണെന്ന് അർച്ചന ഇവിടെ പറയുന്നു. അപ്പം ഇത് കേട്ട് മീര പറയുന്നു, കണ്ടോ അവൾ അങ്ങനെ പ്ലാൻ ചെയ്യും, നമ്മൾ അവളുടെ പ്ലാനിനെക്കാളും വലിയൊരു പ്ലാനുകൾ ചെയ്ത് വേണം ഇവളെയൊക്കെ നമ്മൾ തകർക്കാന്ന് പറയുമ്പോഴത്തേക്കും അച്ചു പറയുന്നു, നമ്മൾ അങ്ങനെ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ അവന്തിക്കും പിന്നെ നമുക്കും തമ്മിൽ എന്തോ വ്യത്യാസമായിരിക്കുന്ന ഏട്ടത്തി എന്ന് പറയുന്നു. അങ്ങനെയൊന്നുമില്ല, ഇങ്ങനെയൊക്കെ ഉള്ളവർക്ക് നമ്മൾ ഇതിനേക്കാളും വലിയ പണി കൊടുക്കാൻ വേണം പഠിക്കാൻ അച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് എന്താണ് അച്ചു പറയുന്നുണ്ട്, അതൊന്നും നമുക്ക് പറ്റത്തില്ല. കാരണം നീ ഒന്ന് ആലോചിച്ച് നോക്ക് അച്ചു, ഇപ്പം ഈ സമയത്ത് ആതിരയ്ക്കും വേണ്ടി അവർ വെച്ച പ്ലാൻ ഏറ്റിട്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്പം അവരിരുന്ന് ആർത്തട്ടച്ച് ഇവരുടെ സന്തോഷിച്ചുകൊണ്ടിരുന്നേനെ. നമുക്ക് എന്തോ ദൈവാധീനം കൊണ്ടാണ് ഒന്നും സംഭവിക്കാത്ത നമ്മുടെ കുട്ടി രക്ഷപ്പെട്ടതെന്ന് മീര അച്ചുവിനോട് പറയുന്നുണ്ട്. നീ ചിലപ്പോൾ അവരോട് ക്ഷമിക്കുമായിരിക്കും, നീയും എന്താണ് ആതിരയൊക്കെ അവരോട് ക്ഷമിക്കും, പക്ഷേ ഈ മീര ഒരിക്കലും ക്ഷമിക്കത്തില്ല, ഒരിക്കലും ഒന്നും ചെയ്തതൊന്നും മറക്കത്തുമില്ല. അവന്തിക എന്നെ കള്ളിയാക്കി എന്നെ ജയിലിൽ കയറ്റി, അതുപോലെ തന്നെ എൻ്റെ അനൂപേട്ടൻ എന്താണ് കള്ളനാന്ന് തന്നെ അവൾ പറഞ്ഞു. ഇതൊന്നും ഞാൻ ഒരിക്കലും മറക്കത്തില്ല. മീര എല്ലാത്തിനും പകരം ചോദിക്കുന്നു പറഞ്ഞാൽ പകരം ചോദിച്ചിട്ട് തന്നെ പോകത്തുള്ളൂ എന്ന് മീര പറയുന്നു. പിന്നെ അതിനുശേഷം കാണിക്കുന്നത് താഴെ എന്താണ് സേതുമാധവൻ വന്ന് എന്താണ് സോഫയിലിരിക്കുന്നു. അപ്പോൾ അച്ചു ഉണ്ട്, സച്ചിയുണ്ട്. അപ്പോൾ രണ്ടുപേരോട് സംസാരിക്കുന്നു. സച്ചിയോട് ചോദിക്കുന്നു, നീ ഇനി ജോലിക്ക് പോകുന്നില്ലേ ചോദിക്കുന്നു. ഇല്ല അച്ഛൻ, ഞാൻ കുറച്ച് ദിവസത്തേക്ക് ഇവിടെ തന്നെ കാണാനാണ് വിചാരിച്ചത്. അതങ്ങനെ പാടില്ല മോനെ, ഓഫീസിൻ്റെ കാര്യങ്ങളെല്ലാം എന്താണ് അവതാളത്തിനകത്താവും. നന്ദനാണെങ്കിൽ ഇപ്പോൾ അവന്തിയുടെ കൂടെ നിന്നേ പറ്റത്തുള്ളൂ. അപ്പം അതുകൊണ്ട് നീ ഓഫീസിൽ പോയി ഓഫീസിൻ്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. ഇവിടെ അച്ഛൻ നോക്കിയിരിക്കേണ്ടത്തക്ക രീതിയിൽ അച്ഛന് അവശതകളൊന്നുമില്ല, എന്താണ് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ എന്നാലും എന്താണ് ദൈവം ഓരോ സങ്കടങ്ങൾ ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ, അത് മാത്രമേ ഉള്ളൂ മനസ്സിനൊരു വിഷമം എന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും എന്താണ് നന്ദൻ താഴെ ഇറങ്ങി വരുന്നു. നന്ദൻ്റെ ചോദിക്കുന്നു, നീ അവന്തിയുടെ അടുത്ത് പോകാമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം പറയുന്നത് നന്ദൻ പറയുന്നത്, അതെ അച്ഛൻ ഞാൻ അവന്തിയുടെ അടുത്ത് പോകാമെന്ന് പറയുന്നത്, അത് നന്നായി കാര്യമായി എന്ന് പറയുന്നു. അപ്പം അർച്ചന പറയുന്നുണ്ട്, ഏട്ടാ ഞാനും കൂടെ ഒന്ന് സച്ചിട്ട് ചോദിക്കുന്നു, ഞാനും കൂടെ ഏട്ടത്തെ കാണാമെന്ന് പോയിക്കോട്ടെ ചോദിക്കുമ്പം അച്ഛനെങ്കിൽ പോകുന്നെങ്കിൽ പോയിക്കോ എന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് എന്താണ് നന്ദേട്ട ഒന്ന് വെയിറ്റ് ചെയ്യും, ഞാനൊന്ന് ഈ വേഷം മാറിയിട്ട് ഇപ്പം വരാം, നമുക്ക് പോകുന്നുണ്ട്. അപ്പോഴത്തേക്ക് മീര എന്താണ് അവന്തിക്കും അതുപോലെ തന്നെ അനഘയ്ക്കുള്ള ഫുഡൊക്കെ ആയിട്ട് കൊണ്ട് വന്ന് ഈ നന്ദൻ്റെയും അച്ചുവിൻ്റെയും കയ്യിൽ ഏൽപ്പിക്കുന്നുണ്ട്. അപ്പോൾ അവരങ്ങ് പോവുകയാണ്. പിന്നെ കാണിക്കുന്നത് അവിടെ അവന്തിക ഉണ്ട്, അവന്തികയുടെ അനിയത്തിയുണ്ട്. അപ്പോൾ അവന്തികയുടെ അനിയത്തിയുടെ ക്യാരക്ടർ മാറി ഇപ്പം വേറൊരു പുതിയൊരു വ്യക്തിയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. കാണാനും കൊള്ളാം. പിന്നെ പഴയ അവന്തികയുടെ അത്ര ഉഷാറാവുന്നുണ്ടെന്നുള്ള കാര്യം ഇനി നമുക്ക് കാണുമ്പം മനസ്സിലാകും. അപ്പോഴത്തേക്കും എന്താണ് അവന്തികയുടെ അനിയത്തി അവന്തിക എന്താണ് തൽക്കാലം പുറത്തോട്ടേക്കൊന്ന് പറഞ്ഞു വിട്ടിട്ടുണ്ട്, എന്തൊക്കെയോ മേടിക്കാനുള്ള ആവശ്യങ്ങളുണ്ട്. അപ്പം അത് മേടിക്കാൻ വേണ്ടി പോയപ്പോഴത്തേക്കും അവന്തിക മാത്രമേ റൂമിനകത്തുള്ളൂ. അപ്പോഴത്തേക്കാണ് ധനുഷ് കയറി വരുന്നത്. കാരണം ഭാര്യയാണല്ലോ, അപ്പം ഭാര്യയെ കാണാനാണ് ധനുഷ് വന്നപ്പോഴത്തേക്ക് അവന്തിക്ക് അങ്ങ് പൊട്ടിക്കരയുവാണ്. ധനുഷ് നമ്മുടെ കുട്ടി നഷ്ടപ്പെട്ടു, ഇതൊക്കെ അർച്ചനയും അവളുടെ അനിയത്തിയും കൂടെ ചേർന്ന് ചെയ്തതാണ്, എന്നോട് ഈ കുടുംബം ഇങ്ങനെ തന്നെ ചെയ്യുന്നു, ആദ്യം എന്നെ അച്ഛനെ കൊന്നു, ഇപ്പം തന്നെ നമ്മുടെ കുട്ടീനെയും കൂടെ കൊന്നു, ഇനി പറ ഞാൻ ഇവരോട് വെറുതെ വിടണ്ടോ, ഞാൻ ഇവരെ ഇനി ഇല്ലാതാക്കിയിട്ടല്ലേ കാര്യമുള്ളൂ. അപ്പം എൻ്റെ ഈ പ്രതികാരം ശരിയല്ലെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ധനുഷിനും എന്താണെന്നറിയോ, ഇതെല്ലാം ഇവർ തന്നെ ചെയ്തതാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ധനുഷിനും അതിനകത്ത് വിശ്വാസമായിട്ട് എന്താണ് ധനുഷൻ പറയുന്നുണ്ട്, ഞാൻ എല്ലാത്തിനും നിൻ്റെ കൂടെ ഉണ്ട്, നമുക്ക് ഉറപ്പായിട്ട് എന്താണ് നീ പറഞ്ഞ് ശരിയാണെന്ന് പറയുന്നു. ഇതെല്ലാം കേട്ടിട്ട് ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങ് അവന്തികയാണെങ്കിൽ അങ്ങ് ഭർത്താവിനോട് സംസാരിക്കുന്ന പോലെ അങ്ങ് സംസാരിക്കുവാണ്. അപ്പം അപ്പോഴാണ് അവന്തിക പറയുന്നത്, ഈ എന്താണ് ഇപ്പം സേതുമാധവനും എല്ലാവരും കൂടെ ഞാനും കൂടെ ചെല്ലുമ്പോഴത്തേക്കും കുറേ കള്ളക്കണ്ണീര് മുതലക്കണ്ണീരൊക്കെ അഭിനയിച്ചിട്ട് എന്താണ് എൻ്റെ കാര്യത്തിന് സങ്കടം ഉണ്ടെന്നൊക്കെ അഭിനയിക്കും. പക്ഷേ എല്ലാവരും പഠിച്ച കള്ളന്മാരാണ്, എല്ലാവരും അവന്തികയുടെ വീഴ്ച കാണാൻ വേണ്ടി മാത്രം കാത്തിരിക്കുവാണ്. ഇപ്പോൾ എല്ലാവരും വിചാരം ഒന്ന് കാണും, തൻ്റെ മോൻ നന്ദൻ്റെ കൊച്ചാണ് നഷ്ടപ്പെട്ടത്, പക്ഷേ എനിക്കല്ലേ അറിയത്തുള്ളൂ നന്ദൻ്റെ കൊച്ചല്ല, ഇതെൻ്റെ ധനുഷിൻ്റെ കൊച്ചാന്നുള്ള കാര്യം അറിയാവുന്നതെന്ന് പറയുമ്പോഴാണ് അവന്തികയുടെ അനിയത്തി അനഘ കറക്റ്റ് ആ റൂം തുറന്ന് കയറി വരുന്നത്. അപ്പം എല്ലാ കാര്യവും സ്പഷ്ടമായിട്ട് തന്നെ
എന്താണ് അവന്തികയുടെ അനിയത്തി കേട്ട് കഴിഞ്ഞു. അപ്പോഴത്തേക്കും അവൾക്ക് എന്താണ് ചേച്ചിയെടുത്ത് ഭയങ്കര ദേഷ്യം തോന്നുവാണ്. അപ്പോഴത്തേക്കും ധനുഷിന് ഇവളുടെ മുഖം കണ്ടിട്ട് മനസ്സിലായി, അതായത് അനിയത്തിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളത് മനസ്സിലായി. അപ്പം ധനുഷ് എന്നാൽ ഞാൻ ഇറങ്ങുമെന്ന് പറഞ്ഞിട്ട് അങ്ങ് പോവുകയാണ്. അവന്തികയ്ക്ക് ഒന്നും പറയാൻ പറ്റുന്നില്ല ധനുഷിനെ മുന്നിൽ വെച്ചിട്ട്. അതിനുശേഷം എന്താണ് അവന്തികയുടെ അനിയത്തി എന്താണ് അവന്തികയോട് പറയുന്നുണ്ട്, ചേച്ചി എന്നാലും ഒരുമാതിരി തേർഡ് റൈറ്റ് പെണ്ണുങ്ങളെ പോലെ, തെരുവ് പെണ്ണുങ്ങളെ പോലെ ആയിപ്പോയല്ലോ. എനിക്കെല്ലാം മനസ്സിലായി, ഒരു ഭർത്താവില്ലാത്ത സ്ത്രീയുടെ ബുദ്ധിമുട്ടൊക്കെ മനസ്സിലാവും. പക്ഷേ അങ്ങനെ ഉള്ളപ്പം ചേച്ചി എന്താണ് ചെയ്യേണ്ടത്? നന്ദേട്ടൻ വന്നപ്പോഴത്തേക്കും ഒന്നീ ആദ്യം കെട്ടിയ ഭർത്താവുമായിട്ട് ജീവിക്കണമെന്ന്, അല്ലെങ്കിൽ ഈ നന്ദേട്ടൻ എന്ന ഭർത്താവിനെ വേണ്ടെന്ന് വെച്ചിട്ട് ഈ രണ്ടാമത് കെട്ടിയ ഭർത്താവായിട്ട് ജീവിക്കണം. അല്ലാതെ ഇങ്ങനെ കാണിക്കുന്നത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എന്നിട്ട് ആ ഭർത്താവിൻ്റെ കൊച്ചിനുണ്ട്, ചേച്ചി ഇപ്പം അസലൊരു ഭാര്യയായി തന്നെ മാറിക്കഴിഞ്ഞു. ചേച്ചി പ്രതികാരം വീട്ടാനാണോ വന്നിരിക്കുന്നത്? അതിനെന്തിനാ ഇങ്ങനെ മൂന്നാമതൊരാൾ? നമുക്കും നമ്മുടെ അച്ഛനെ കൊന്നതിനാണ് നമ്മൾ പ്രതികാരം വീട്ടുന്നത്, അതിന് ഈ ധനുഷ് നടക്കുന്ന എവിടെ കയറി വന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ചേച്ചീനെ കുറിച്ച് ഞാൻ ഒരിക്കലും ഇങ്ങനെ വിചാരിച്ചതേയില്ല. ചേച്ചിക്ക് അപ്പം ചേച്ചിയുടെ പ്രതികാരമൊക്കെ മറന്ന് ചേച്ചി അസലൊരു അമ്മയും അയാളുടെ കൊച്ചിൻ്റെ അമ്മയും അതുപോലെ തന്നെ അയാളുടെ ഭാര്യയായി മാറിയല്ലോ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുന്നേ. നിർത്തടി, ഞാൻ അങ്ങനെയൊന്നും അല്ല, എനിക്ക് നമ്മുടെ പ്രതികാരം തന്നെയാണ് വലുത്. ചേച്ചി എന്തോ വിചാരിച്ചത്? അയാൾ ചേച്ചിയുടെ കൂടെ കൂടിയത് ചേച്ചിയുടെ പ്രതികാരത്തിന് വേണ്ടി കൂടിയെന്ന് വിചാരിക്കുന്നുണ്ടോ? നാളെ ചേച്ചി ചതിച്ചിട്ട് ഇട്ട് മൂടാനുള്ള ഈ സ്വത്തും കണ്ടിട്ടാണ് വന്നെങ്കിൽ നാളെ ചേച്ചി ഉദ്ദേശിക്കുന്ന രീതിയിലൊന്നും ചേച്ചിയുടെ കൂടെ അയാൾ നിന്നില്ലെങ്കിൽ ചേച്ചി എന്ത് ചെയ്യും എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും അവന്തിക്ക് യഥാർത്ഥത്തിൽ ഉത്തരമൊന്നുമില്ല. ഇതെല്ലാം അവർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ധനുഷ് പുറത്തിറങ്ങി കഴിഞ്ഞത്. അപ്പോഴാണ് നന്ദനും അച്ഛനും കൂടെ വരുന്നത്. അപ്പോഴത്തേക്ക് ഇവരെ കണ്ടുകൊണ്ട് ഈ ധനുഷ് എന്ത് ചെയ്യുവാണെങ്കിൽ മാറി സൈഡിൽ മുഖം തിരിഞ്ഞങ്ങ് നിൽക്കുവാണ്. പക്ഷേ എന്നാലും ഇതേ വരുന്ന വഴി കൂടെ തന്നെ നമ്മുടെ അച്ചു കണ്ടുപിടിച്ച് ഈ ധനുഷ നിൽക്കുന്നത് കണ്ടുപിടിച്ച്. അപ്പോഴത്തേക്ക് എന്താണ് അതേണ്ട ആ നിൽക്കുന്ന ധനുഷല്ലേ എന്ന് നന്ദനെ ചോദിക്കുമ്പോഴത്തേക്കും നന്ദൻ ശരിയാ ധനുഷാണ് എന്ന് പറഞ്ഞിട്ട് നോക്കുമ്പോഴത്തേക്കും ധനുഷ് ഇവിടെ എന്താ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും ഞാൻ ഇവിടെ എൻ്റെ ഒരു ബന്ധുവിനെ കാണാൻ വേണ്ടി വന്നതാണെന്ന് ധനുഷിന് പറയുന്നുണ്ട്. ധനുഷിൻ്റെ പറച്ചിലിനകത്ത് തന്നെയുള്ള പരുങ്ങലും, എൻ്റെ അകന്നൊരു ബന്ധുവാണ്, അങ്ങനെ വലിയതൊന്നുമില്ല, ഇപ്പം കാണാവുന്നതെന്നൊക്കെ പറയുന്ന ആ ഒരു പറച്ചിൽ കേട്ടപ്പോഴേ നമ്മുടെ അച്ചുവിന് മനസ്സിലായി ഇവൻ പറയുന്ന മൊത്തത്തിൽ കള്ളത്തരം. അതോ എനിക്കിനി മനസ്സിന് തോന്നിയാണോ ഇവൻ എന്തോ കള്ളത്തരങ്ങളുണ്ടെന്ന് അച്ചുവിന് മനസ്സിലായി കഴിഞ്ഞു. പക്ഷെ നന്ദൻ പാവ ഇതൊന്നും മനസ്സിലായില്ല. നേരെ അവരെന്താണ് അവന്തികയുടെ റൂമിലേക്ക് കയറി ചെല്ലുമ്പോഴത്തേക്കും ഇവർ ഈ പ്രതികാരം വീട്ടുന്ന കാര്യത്തിനെ കുറിച്ചാണല്ലോ ഈ അവന്തികയും അവന്തികയുടെ അനിയത്തി അനക്കയും തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർ ഈ പ്രതികാരങ്ങളുടെ കാര്യങ്ങളെല്ലാം ആണ് ഇവർ കയറി ചെല്ലുമ്പോൾ ധനുഷിൻ്റെ പേരൊന്നും ഇവർ കേട്ടില്ല കേട്ടോ. അപ്പോഴത്തേക്കും ഈ നന്ദനും അച്ചുവും കൂടെ കയറി വരുമ്പോഴത്തേക്കും ചേച്ചിക്ക് അനിയത്തിക്ക് ഇതിപ്പോൾ സുഖമായല്ലോ, വീട്ടിലിരുന്ന് സംസാരിക്കുന്ന പോലെ എന്താണ് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ, ആരെങ്കിലും കേൾക്കുമെന്നൊന്നും ഭയപ്പെടണ്ടല്ലോ, ഇവിടെ ഇരുന്ന് ധാരാളമായിട്ട് അങ്ങ് എന്താണ് വിശാലമായിട്ട് തന്നെ എന്താണ് ചതിയും വഞ്ചനയും കൊല്ലുന്നതും കൊലയും കൊല്ലുവിളിയും എല്ലാ പോർവിളിക്കുമുള്ള പദ്ധതിയും ഉണ്ടാക്കാനായിട്ട് പറ്റിയ സ്ഥലമാണല്ലോ കിട്ടിയിരിക്കുന്നതെന്ന് നന്ദൻ കളിയാക്കിക്കൊണ്ട് പറയുന്നു. അപ്പോഴത്തേക്കും നീ ഇവരൊക്കെ പദ്ധതിയൊക്കെ ഉണ്ടാക്കി ക്ഷീണിച്ച് കാണും അച്ചു, നീ ഇവർക്ക് ഭക്ഷണം അളവ് കൊടുക്കുന്നുണ്ട്. എനിക്ക് നിൻ്റെ ഭക്ഷണമൊന്നും വേണ്ട, നീയൊക്കെ വിഷം കലത്തിക്കൊണ്ട് തന്നാൽ തരും. നിന്നെ വിഷം കലത്തി ഒന്നും ആരും കൊല്ലത്തില്ല അവന്തികെ. നിന്നെ കൊല്ലുവാണെങ്കിൽ അത് ഒന്നീ ഞാൻ തന്നെ എൻ്റെ കൈ കൊണ്ട് നമ്മുടെ വീട്ടിൽ വെച്ച് എൻ്റെ വീട്ടുകാരുടെ എല്ലാവരുടെ മുന്നിൽ വെച്ചായും കൊല്ലുന്നത്. അതിനി ഞാൻ തന്നെ കൊല്ലുമോ മറ്റാരെങ്കിലും കൊല്ലുമോ എന്നുള്ളതാണ് എനിക്കിനി കണ്ടറിയേണ്ടതെന്ന് നന്ദൻ പറയുന്നു. അതാണ് ഇന്നത്തെ സീരിയലിൻ്റെ ടോട്ടൽ റിവ്യൂ എന്ന് പറയുന്നത്. അപ്പം താങ്ക്